CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഒരുമനയൂരിൽ ദുരൂഹ സാഹചര്യത്തിൽ പൊട്ടിത്തെറി. ഇല്ലത്തുപടി കിഴക്ക് ശാഖ റോട്ടിലാണ് സ്ഫോടനമുണ്ടായത്. പോലീസും ബോംബ് സ്ക്വാഡും എത്തി പരിശോധന നടത്തി. വിശദാന്വേഷണത്തിനായി ഉന്നത ഉദ്യോഗസ്ഥരെത്തും. 17 വർഷങ്ങൾക്ക് ശേഷം T20 ലോകകപ്പ് കിരീടമുയർത്തി ഇന്ത്യ. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 7 റൺസിന് തോൽപ്പിച്ചാണ് ഇന്ത്യ രണ്ടാം T20 ലോകകപ്പ് സ്വന്തമാക്കുന്നത്. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയത്തിൽ നടക്കുന്ന 49ാമത് കേരള സംസ്ഥാന ജൂനിയർ അന്തർജില്ലാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ രണ്ടാം ദിനമായി ഇന്ന് രാവിലെ നടന്ന മത്സരങ്ങളിൽ വയനാട്, പാലക്കാട് ടീമുകൾ വിജയിച്ചു. ചേറ്റുവ GMUP സ്കൂളിൽ കുട്ടികൾ കളിക്കുന്ന പാർക്കിൽ സമീപത്തെ മരത്തിന്റെ വലിയ കൊമ്പ് ഒടിഞ്ഞു വീണു. ഞായറാഴ്ച സ്കൂൾ അവധിയായതിനാൽ ഒഴിവായത് വൻ ദുരന്തം. കുന്നംകുളം ചാട്ടുകുളത്ത് ബൈക്കും കാറും കൂട്ടിയിടിച്ച് അപകടം. കടങ്ങോട് സ്വദേശിയായ യുവാവിനെ പരിക്കേറ്റു. ചാവക്കാട് കടപ്പുറം പഞ്ചായത്തിൽ ഉണ്ടാകുന്ന കടൽക്ഷോഭത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് കടപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ മനുഷ്യഭിത്തി തീർത്തു. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ CR നീലകണ്ഠൻ ഉദ്ഘാടനം നിർവഹിച്ചു. കർക്കിടകം പിറന്നാൽ ആരോഗ്യ പരിപാലനത്തിനും രോഗപ്രതിരോധ ശേഷിക്കും വേണ്ടി ക്ഷേത്രങ്ങളും ആയുർവേദ ആശുപത്രികളും കേന്ദ്രീകരിച്ച് ഔഷധക്കഞ്ഞി വിതരണം നടത്തുന്നത് നമുക്ക് സുപരിചിതമാണ്. എന്നാൽ ഔഷധക്കഞ്ഞി ഉണ്ടാക്കുന്നതിൽ വേറിട്ട രീതി കൊണ്ട് ശ്രദ്ധ നേടുകയാണ് തളി, ചേലൂർ, ദേവിച്ചിറ, അന്തിമഹാകാളൻകാവ് ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള മാതൃസമിതി. കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പഴഞ്ഞി വില്ലേജ് കമ്മിറ്റി പതാക ദിനം ആചരിച്ചു. KSKTU പഴഞ്ഞി വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് AA മണികണ്ഠൻ പതാക ഉയർത്തി. പുന്നയൂർ പഞ്ചായത്ത് സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സ്നേഹാദരവ് 2024ന്റെ ഭാഗമായി വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. അക്കിക്കാവ് പൂങ്കാവനം ലെനോസ് ക്ലബ്ബ് ആദരണീയം 2024 എന്ന പേരിൽ അനുമോദന സദസ്സ് നടത്തി. ഞായറാഴ്ച രാവിലെ 10-ന് ക്ലബ്ബ് ഹാളിൽ നടന്ന സദസ്സിന്റെ ഉദ്ഘാടനം കടവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ നിർവഹിച്ചു. കുറുമാൽ സെന്റ് ജോർജ് ചർച്ചിലെ KCYM സംഘടനയുടെ നേതൃത്വത്തിൽ രക്തദാന നേത്രപരിശോധന ക്യാമ്പ് നടത്തി. എയ്യാലിൽ BJP നേതൃത്വത്തിൽ ജയൻ അനുസ്മരണവും നേത്രപരിശോധന ക്യാമ്പും സംഘടിപ്പിച്ചു. അന്തരിച്ച BJP പ്രവർത്തകൻ ജയൻ എയ്യാലിന്റെ 1ാം ചരമദിനാചരണത്തോടനുബന്ധിച്ചാണ് BJP എയ്യാൽ മേഖല കമ്മിറ്റി ഡോക്ടർ ആശാസ് അമൃത കണ്ണാശുപത്രിയുമായി സഹകരിച്ച് ശ്രീ മൂകാംബിക സ്കൂളിൽ വെച്ച് നേത്രപരിശോധന ക്യാമ്പ് നടത്തിയത്. വേലൂർ മണിമലർക്കാവ് പരിസരത്തു നിന്നും മലമ്പാമ്പിനെ പിടികൂടി. എരുമപ്പെട്ടി ഫോറസ്റ്റ് അധികൃതരെ ഏൽപ്പിച്ചു. പുന്നയൂർക്കുളം ചമ്മന്നൂർ വടക്കേക്കുന്നിൽ വീട്ടുമുറ്റത്തു നിന്നും പെരുമ്പാമ്പിനെ പിടികൂടി. വടക്കേക്കുന്ന് തണ്ണീർക്കോട് റാഫിയുടെ വീട്ടുമുറ്റത്തു നിന്നാണ് 5.5 അടിയോളം നീളമുള്ള പെരുമ്പാമ്പിനെ വനം വകുപ്പ് അധികൃതർ പിടികൂടിയത്. KSU ഒരുമനൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറിയും മുൻ MP-യുമായ രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും തൃശൂർ ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ അതിഥി തൊഴിലാളികളുടെ ആരോഗ്യ പരിശോധനയും ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. ഇരട്ടപ്പുഴ ചേതന സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ആലിൽ ഗോവിന്ദൻ രാമി കുമാരൻ വിദ്യാഭ്യാസ പുരസ്കാര വിതരണം സംഘടിപ്പിച്ചു. ഉദയ വായനശാലയിൽ നടന്ന ചടങ്ങ് ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. ഷെൽട്ടർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ കരുണ വറ്റാത്ത കാരുണ്യം നിറഞ്ഞ സന്മനസ്സുകളുടെ കൂട്ടായ്മയെ 14 വർഷക്കാലമായി നടത്തിവരുന്ന സ്നേഹനിധി പ്രതിമാസ പെൻഷന്റെ 150ാം മാസത്തെ വിതരണം നടന്നു. ഓർത്തഡോക്സ് സഭയുടെ തേജസ് എന്ന വിശേഷണമുള്ള പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവനാസിയോസ് രണ്ടാമൻ മലങ്കര മെത്രാപോലിത്തായുടെയും ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കത്തോലിക്ക ബാവയുടെയും സംയുക്ത ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് നിർമ്മിക്കുന്ന പന്തലിന്റെ കാൽനാട്ടുകർമ്മം നടന്നു. പുതിയ മാത്തൂർ ശ്രീ കോഴിയോർക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പുനരുദ്ധാരണത്തിനോടനുബന്ധിച്ചുള്ള കട്ടിളവയ്പ് ചടങ്ങ് നടന്നു. ഭക്തജനങ്ങളുടെ സാന്നിധ്യത്തിലാണ് ഭക്തിസാന്ദ്രമായി ചടങ്ങ് നടന്നത്. പുന്നയൂർക്കുളം പഞ്ചായത്ത് കൃഷിഭവനിൽ ജനകീയ ആസൂത്രണം 2024-25 പദ്ധതിയിൽ വനിതാ ഗ്രൂപ്പുകൾക്കായുള്ള ചെണ്ടുമല്ലി തൈ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ ജലനിധി പദ്ധതിക്കായി പൊളിച്ച റോഡുകളുടെ ശോചനീയാവസ്ഥ അടിയന്തരമായി പരിഹരിക്കണമെന്ന് കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റി പ്രമേയത്തിലൂടെ ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെട്ടു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.